ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കുറച്ച് ചിക്കൻ എടുത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. മസാലക്കൂട്ട് ചിക്കനിൽ പറ്റി പിടിക്കാൻ വേണ്ടി ചിക്കൻ്റെ കാലിൻ്റെ ഭാഗം ഒന്ന് പോന്തി കൊടുക്കുകയാണ്. മസാലക്കൂട്ട് പറ്റി പിടിക്കാൻ വേണ്ടി ഇതിലേക്ക് മസാല ആയിട്ട് ഇടാൻ പോകുന്നത് മുളക് പൊടി, പിരിയ മുളകാണ്. മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ്, കുരുമുളക് പൊടി, ഉപ്പ് പാകത്തിന്, ഇച്ചിരി പച്ച വെളിച്ചെണ്ണ, ഇതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുന്നു. വെള്ളം ഒഴിക്കണ്ട, നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഇതൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇതിൽ കൂടെ നമ്മൾ പുരട്ടി വെച്ചല്ലോ, അതിൽ കൂടെ ഒരു 10 മുളക് ഇങ്ങനെ കീറി ഇടുക. മസാല പുരട്ടിയ ചിക്കനിലേക്ക് കുറച്ച് വെളുത്തുള്ളി പച്ചയ്ക്ക് തല്ലിയിടുക. ചതച്ച വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഓണാക്കി ചട്ടി വെച്ച് കൊടുത്തേ. ഞങ്ങളിവിടെ വയ്ക്കുന്നത് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് വെച്ചത്, ഇരുമ്പ് ചട്ടി ചൂടായി. അതിലോട്ട് വെളിച്ചെണ്ണ, ഞങ്ങൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ അങ്ങനെ നമ്മളെ വെളിച്ചെണ്ണ പെതുക്കെ തിളയ്ക്കുന്നു. എണ്ണ എങ്ങനെ ചൂടാൻ നമ്മൾ നോക്കുന്നത്, വെളുത്തുള്ളി ഒരു അല്ലി എടുത്തിട്ട് ഇപ്പം കണ്ടോ, വെളുത്തുള്ളി പൊങ്ങി വന്നാൽ കണ്ടോ, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചിക്കനാണേ പുരട്ടി വെച്ച് ഓരോ പീസായിട്ട് തിളച്ച എണ്ണയിൽ ചിക്കൻ ഇട്ട് കൊടുക്കുന്നു. ഇച്ചിരി നമുക്ക് അല്പം തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കും. നമ്മുടെ ചിക്കൻ നല്ലതായിട്ട് മൂത്ത് വരെയാണ്, കളറൊക്കെ മാറി തുടങ്ങി. കുറച്ചത് വെന്ത് വരണമല്ലോ, അപ്പോഴാണ് ഇട്ട് കൊടുക്കാണ്ട്. വറുത്ത് പൊടിച്ച മസാലപ്പൊടിയാണേ, വറുത്ത് പൊടിച്ചതാണേ. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ വെന്തല്ലോ, ഇച്ചിരിയും കരിവേപ്പില, ഇട്ട് കൊടുത്തേ.
നമ്മുടെ ചിക്കൻ നല്ലവണ്ണം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി കോരിയെടുക്കാൻ പോകുന്നു. ഇത്രയേ ഉള്ളൂ, ചിക്കൻ്റെ ജോലി തീർന്നു. ദേ അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി ഇവിടെ. ദേ ഇതാണ് ഇന്നിവിടെ വെച്ച ചിക്കൻ ഫ്രൈ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.